TikToker has emerged from Kerala as a viral video showing a man being forced to crawl on all fours while tied to a leash has emerged. Now, the video is reportedly from a private firm based in Kochi. Employees of the company deny workplace abuse allegations, say that the viral video was a result of personal enmity. Meanwhile, the Kerala government has ordered a probe. ഈ ഒരു ഇൻസിഡന്റ് ഇതെല്ലാവരും ഒരുവിധ എല്ലാ മനുഷ്യത്തുള്ള ആളുകളൊക്കെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. വളരെ മോശം കാര്യമായി പോയി എന്നുള്ളത്. പക്ഷേ ഇതിനെയും ന്യായീകരിക്കുന്ന ആളുകളുണ്ട്. ഇവര് പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇവര് നിയോ ലിബറൽസ് എന്നുള്ള പേരിൽ ഇന്ന് പോപ്പുലറാണ്, അല്ലെങ്കിൽ ലിബർട്ടേറിയൻസ് എന്ന് പറയും. ഈ ആളുകൾ ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് ഇവരെന്തിനാ ഫോക്കസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ എംപ്ലോയീസ് അവിടെ കംപ്ലൈന്റ് ചെയ്തു. അവരൊരു കംപ്ലൈന്റ് ഫയൽ ചെയ്തില്ലല്ലോ. അപ്പൊ അവരുടെ സ്വമേധയാ ഈ ഒരു ശിക്ഷ സ്വീകരിച്ചതാണ്. അതേപോലെ തന്നെ ഇത് ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ്. അപ്പൊ അയാൾ നടത്തുന്ന സ്ഥാപനത്തിൽ ഒരാൾക്ക്, ഇതിന്റെ MDക്ക് അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ പണിഷ്മെന്റുകൾ നടത്താനും അതുപോലെ തന്നെ ഗവർണൻസ് നടത്താനുള്ള അധികാരം ആൾക്കുണ്ട്. അതിനുള്ള ഫ്രീഡം, ആ ഫ്രീഡത്തിനെ നമ്മൾ ചോദ്യം ചെയ്യരുത്. അപ്പൊ അയാളൊരു സ്ഥാപനം നടത്തുന്നു, അയാളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ പ്രോപ്പറായി ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവര് നായയെ പോലെ അല്ലെങ്കിൽ ഇനി വേറെ ഏത് രീതിയിലുള്ള പണിഷ്മെന്റും അവിടെ നടത്തും. പറ്റാത്തവർക്ക് അവർക്ക് എപ്പോൾ വേണമെങ്കിലും റിസൈൻ ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. ഇതിന് സിമിലർ ആയിട്ടുള്ള വാദങ്ങൾ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഉണ്ടായിരുന്നു. സ്ത്രീകൾക്ക് പ്രോപ്പറായിട്ടുള്ള ടോയ്ലറ്റ് പോകാനുള്ള സൗകര്യം പോലും ഇല്ല സിനിമാ മേഖലയിൽ. അവർക്ക് ചാൻസ് കിട്ടണമെങ്കിൽ ആളുകൾ മറ്റു പലതുമാണ് ആവശ്യപ്പെടുന്നത്, ഈ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും അടക്കമുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ഇവർ ചോദിക്കുന്ന ടോയ്ലറ്റ് ഇല്ലാത്ത സ്ഥലത്ത് ഇവരെന്തിനാ അഭിനയിക്കാൻ പോകണം, അപ്പോൾ അവർക്ക് അവരുടെ ഫ്രീഡം എക്സസൈസ് ചെയ്തു ചോദിക്കുന്ന ആളുകൾ. ഇപ്പൊ ലിബർട്ടേറിയൻസ് ഒരു ദൈനംദിന ജീവിതത്തിലേക്ക് വരുമ്പോൾ ഇവരുടെ പ്രധാന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലും അതുപോലെ തന്നെ വർക്ക് പ്ലേസിലുമുള്ള ഫ്രീഡമാണ്. അതും ആർക്ക്? ഓണറിനുള്ള ഫ്രീഡം. ഗവൺമെന്റ് അതിലൊന്നും ഇടപെടാൻ പാടില്ല. അവർ തീരുമാനിക്കും എത്ര വേജ് കൊടുക്കണമെന്ന്, പറ്റണവർ നിന്നാൽ മതി, എല്ലാവർക്കും ഫ്രീഡം. റിയാലിറ്റിനെ മറന്നുകൊണ്ടുള്ള ഒരു വ്യൂ ആണ്. നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, സക്സസ് എങ്ങനെ വരുന്നു എന്നുള്ളതിനെ കുറിച്ച് പ്രതീക്ഷ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ പലതരത്തിലുള്ള ക്യാപിറ്റലുകളെ പറ്റി പറയുന്നുണ്ട്. അത് നല്ല പൈസയാവാം, അല്ലെങ്കിൽ പ്രത്യേക കാസ്റ്റിൽ ജനിച്ചു കഴിഞ്ഞാൽ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഇവിടെ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ. അതേപോലെ തന്നെ പലതരത്തിലുള്ള ക്യാപിറ്റൽസ്. എന്നാൽ ചില ആളുകൾ ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. അവർ ജനിക്കുമ്പോൾ തന്നെ അവർ വളരെ മോശം സാഹചര്യത്തിലാണ് ജനിക്കുന്നത്. അപ്പം നമ്മുടെ ലിബർട്ടേറിയൻസിന് അല്ലെങ്കിൽ നിയോ ലിബറലുകൾക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അതായത് അൺഫോർച്ചുനേറ്റായി ജനിച്ച ആളുകളെ ഇങ്ങനെ നമ്മൾ ഉയർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്നതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങളിതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇതൊരു പ്രകൃതിയുടെ ഒരു രീതിയാണിത്. എവല്യൂഷൻ ഇങ്ങനെയാണ്. ചില ആളുകൾക്ക് അങ്ങനെയാണ്, അവരുടെ വിധി അതാണ്. നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഇവരെ ഉയർത്തി കൊണ്ടുവരാൻ പറ്റില്ല. ഇവരിങ്ങനെ പറഞ്ഞ് ആൾക്കാരെ തളർത്തണം. ചില ആളുകൾ പാവപ്പെട്ടവരായിരിക്കും, ചില ആളുകൾ റിച്ച് ആയിരിക്കും. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഹെൽപ്ലെസ് ആണ്. എല്ലാം ഇങ്ങനെ പോകണം എന്നുള്ള രീതിയിൽ ആരെ ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ആക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ലിബർട്ടേറിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മുടെ കമ്പനി മുതലാളി അവർ എംപ്ലോയീസിനെ ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് ഏത് രീതിയിലുള്ള പണിഷ്മെന്റ് കൊടുത്താലും അതൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇവർ പറയാ, ഓക്കെ ഇനിയും വർക്ക് ചെയ്തോ, നിങ്ങൾ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, പട്ടിയാണെങ്കിൽ പട്ടിയെ പോലെ ട്രീറ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ നിന്ന് അധ്വാനിച്ച് നമ്മൾ പൈസ സമ്പാദിച്ച് അങ്ങനെ വേണം നമ്മൾ റിച്ച് ആവാൻ. ഇപ്പോൾ പൊന്മാൻ മൂവിയുടെ അനാലിസിസിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഇങ്ങനത്തെ നറേറ്റീവ് ബിൽഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ട്. അല്ലെങ്കിൽ ഓപ്ഷൻ അല്ലെങ്കിൽ ഇതൊക്കെ വിട്ടു പോവാ, നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടല്ലോ. 10,000-15,000 രൂപയ്ക്ക് ഇതിന് സഹിച്ച് ജോലി ചെയ്യുന്ന ഒരാള് ആൾട്ടർനേറ്റീവ് ഉണ്ടായിട്ടായിരിക്കും ആള് ഇങ്ങനത്തെ ഒരു ജോലി സ്വീകരിച്ചിട്ടുണ്ടാവുക. ഒന്നെങ്കിൽ പട്ടിണി, അല്ലെങ്കിൽ ഈ പട്ടിപ്പണി ചെയ്യുക. ഇത് രണ്ടും തമ്മിലാണ് ഫ്രീഡം ഉള്ളത്. ഇനി വേറൊരു സ്റ്റോറി നോക്കാം. ഇത് നടക്കുന്നത് സ്പെയിനിലാണ്. 1943 ഒരു പുരോഹിതൻ ഹോസെ മറിയ അരിസ്മെൻഡി അരിയേറ്റ, പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് വിചാരിക്കണം, ബാസ്ക് ഏരിയയിലെ മൊൺട്രാഗൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്കൂൾ തുടങ്ങുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതൊരു വളരെ റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ മൊൺട്രാഗൺ എന്ന് പറയുന്നത്. ഇവിടെ ഇതുവരെ ഒരാൾ പോലും ഒരു യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ പോലും കിട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ മൊൺട്രാഗൺ. ഏകദേശം 10-12 വർഷങ്ങൾക്ക് ശേഷം ഈ ഫാദറിൻ്റെ ഫസ്റ്റ് ബാച്ചിലെ സ്റ്റുഡൻസ് ഇവരിൽ 11 ആൾക്കാർ പിന്നീട് എഞ്ചിനീയേഴ്സായി യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട്. ഈ 11 ആൾക്കാരിലെ ഫസ്റ്റ് ബാച്ചിൽ 5 ആൾക്കാരും അതുപോലെ തന്നെ 18 വേറെ വർക്കേഴ്സിനെയും ചേർത്ത് അങ്ങനെ 23 ആൾക്കാർ ഇവരൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാണ് മൊൺട്രാഗണിൽ. ദൈനംദിന ആവശ്യത്തിനുള്ള കിച്ചൺ എക്യുപ്മെൻറ്റ്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു ചെറിയ കമ്പനിയായിട്ടാണ് തുടങ്ങിയത്. 5-6 വർഷത്തിന് ശേഷം ഇവർ പിന്നെ ഒരു കോപ്പറേറ്റീവ് ബാങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവർ സ്റ്റാർട്ട് ചെയ്ത ഒരു വർക്കർ കോപ്പറേറ്റീവ് ആയിരുന്നു. വർക്കർ കോപ്പറേറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു ഓണറില്ല, ജോലി ചെയ്യുന്ന ആൾക്കാരാണ് ഓണേഴ്സ്. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാണ് എന്നൊക്കെ പറയണ പോലെ
ഇതിൽ വർക്ക് ചെയ്യുന്നവരാണ് ഇതിൻ്റെ ഓണേഴ്സായിട്ട് വരുന്നത്. അല്ലാണ്ട് ഒരു സിഇഒയോ അല്ലെങ്കിൽ ഒരു ഷെയർ ഹോൾഡറോ അങ്ങനെ ഒരു പ്രത്യേക ഓണറൊന്നുമില്ല. ഇപ്പോൾ നമുക്കറിയാം സാധാരണ ഒരു നോർമൽ കോർപ്പറേറ്റ് കമ്പനി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റീസ്, അതിൽ തീരുമാനം എടുക്കുന്നത് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനാണ്. അതായത് ആര് പൈസ ഇറക്കുന്നു അവരാണ്, ആ ഒരു ബോർഡാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. മൊൺട്രാഗൺ ഡിഫറൻ്റ് ആണ്. മൊൺട്രാഗണിൽ വർക്കേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. അതായത് ഇവർ ഡെമോക്രസി പോലെ, ഇപ്പോൾ നമ്മുടെ നാട് എങ്ങനെ റൺ ചെയ്യുന്നു അതേപോലെ ഇവർ വോട്ട് ചെയ്തിട്ട് ഇവർ റെപ്രസെൻറ്റേറ്റീവിനെ എലക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ രീതിയിലൊരു ഡെമോക്രസി അറ്റ് വർക്ക് പ്ലേസ് ആണ് ഒരു വർക്കർ കോഓപ്പറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർ കിട്ടുന്ന പ്രോഫിറ്റും ഇവർ ഒരു സാലറി തീരുമാനിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ ഇതിൻ്റെ പ്രോഫിറ്റും ഇവർ റീഇൻവെസ്റ്റ് ചെയ്യും. കുറച്ച് പ്രോഫിറ്റ്, ബാക്കി പ്രോഫിറ്റ് വർക്കേഴ്സിനിടയിൽ തന്നെ റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇതാണ് മൊൺട്രാഗൺ നടക്കുന്നത്. മൊൺട്രാഗൺ കാലങ്ങൾ കഴിഞ്ഞു, മൊൺട്രാഗൺ വളർന്നു. മൊൺട്രാഗൺ എത്ര വളർന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സ്പെയിനിലെ ടോപ്പ് 10 കമ്പനികളിൽ ഒന്നാണ് മൊൺട്രാഗൺ എന്ന് പറയുന്നത്. മൊൺട്രാഗൺ സത്യത്തിലൊരു ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയാവുന്ന സംഭവമാണ്. നമ്മൾ കാലങ്ങളായി വിചാരിച്ചിരുന്നത് ഒരു കമ്പനി റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മുകളിൽ നിന്ന് ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചാണ് വരേണ്ടത്. കുറേ നമ്മളെ കാര്യങ്ങൾ തീരുമാനിക്കും. നമുക്കൊരു മാനേജർ, അതിൻ്റെ മുകളിൽ മാനേജർ, എന്നിട്ട് ഇവരെല്ലാവരും നമ്മളെ തെറി പറഞ്ഞ് ജോലി ചെയ്യിപ്പിക്കുന്നു. നമ്മൾ നക്കാപ്പിച്ച പൈസയ്ക്ക് ജോലി ചെയ്യുന്നു. മീൻവൈൽ മുതലാളി ലാഭം എടുക്കുന്നു. ആ ഒരു രീതിയിൽ റൺ ചെയ്താൽ മാത്രമേ ഒരു കമ്പനി സക്സസ്ഫുൾ ആവൂ എന്നുള്ളതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രോങ് എക്സ്പെരിമെൻ്റാണ് മൊൺട്രാഗണിൽ ആക്ച്വലി നടന്നത്. മൊൺട്രാഗൺ ഇന്ന് ഒരു മാനുഫാക്ചറിങ് മാത്രമല്ല, അവർക്ക് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, യൂണിവേഴ്സിറ്റി ഉണ്ട്, അവർ ബാങ്കും എക്സ്ട്രീംലി യൂസ്ഫുൾ ആണ്. അവർ ഒരുപാട് കോപ്പറേറ്റീവ്സിന് ഇതുപോലെ ഈ ബാസ്ക് റീജിയനിൽ ഒരുപാട് കോപ്പറേറ്റീവ്സിന് ഇവർ ഇതുപോലെ എയ്ഡ് ചെയ്യുന്നുണ്ട്. ഈ മൊൺട്രാഗൺ ഒരു റെയറായിട്ട് നടന്നൊരു ഭാഗ്യത്തിന് ചക്കട്ട മുതൽ ചത്ത പോലെ സക്സസ്ഫുള്ളായ ഒരു കമ്പനിയല്ല. ജോലി ചെയ്യുന്ന വർക്കേഴ്സ് തന്നെ കമ്പനിയുടെ ഓണേഴ്സായിട്ടുള്ള ഈ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ പല സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഈ കമ്പനികളുടെ ഇത്തരത്തിലുള്ള വർക്കർ കോപ്പറേറ്റീവ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി, അതേപോലെ തന്നെ അതിലെ വർക്കേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ, ഈ ഒരു വർക്കർ കോപ്പറേറ്റീവിലാണോ അതോ സാധാരണ ഒരു കമ്പനിയിലാണോ വർക്കേഴ്സ് ഹാപ്പി ആയിരിക്കുക, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുക എന്നുള്ള കാര്യത്തിലൊരു തർക്കമല്ല. അത് വർക്കേഴ്സ് കോപ്പറേറ്റീവിലായിരിക്കും. കാരണം അവരാണ് പ്രോഫിറ്റ് എടുക്കുന്നത്, അവരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഗവേണൻസിൻ്റെ കാര്യത്തിലും കമ്പനി റൺ ചെയ്യുന്ന കാര്യത്തിലും എല്ലാ ജോലിക്കാരും കൂടി ഒപ്പാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും അവിടെ ഇതെൻ്റെ കമ്പനിയാണെന്നുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ട്. അതേപോലെ തന്നെ അതിനനുസരിച്ച് ഏൺ ചെയ്യുന്നുണ്ട്. മൊൺട്രാഗണിൽ ഇപ്പോൾ ഏറ്റവും ബോട്ടം ഡൗൺ എംപ്ലോയി ഇപ്പോൾ ഒരു സ്വീപ്പറാണെന്ന് വിചാരിക്കുക. മൊൺട്രാഗണിലെ ഏറ്റവും ബോട്ടം ഡൗൺ സ്വീപ്പറിൻ്റെ 6 ഇരട്ടിയിൽ കൂടുതൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന എംപ്ലോയിക്ക് മേടിക്കാൻ പറ്റില്ല സാലറി. ആ ഒരു സാലറി റേഷ്യോ, സാലറി ഇനീക്വാലിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ പല റൂൾസ് ഉണ്ട്. മൊൺട്രാഗണിൽ പല ടൈപ്പ് ഈ ഒരു ഡെമോക്രസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി, അതുപോലെ തന്നെ ഇനീക്വാലിറ്റി ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് ഈ രീതിയിലുള്ള റൂൾസ് ഉണ്ട്. ഇപ്പോൾ ലോകത്തുള്ള എല്ലാ വർക്കേഴ്സ് കോപ്പറേറ്റീവ് എടുത്താലും ഇത് പല സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. US നടന്നിട്ടുണ്ട്, UK നടന്നിട്ടുണ്ട്, കൊളംബിയ, അർജൻറ്റീന, അങ്ങനെ ഇഷ്ടം പോലെ രാജ്യങ്ങളിൽ ഡിഫറെൻറ്റ് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. എല്ലാ സ്റ്റഡീസിലും ഒരേപോലെ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ വർക്കേഴ്സ് സാറ്റിസ്ഫാക്ഷൻ്റെ കാര്യത്തിൽ ഈ വർക്കേഴ്സ് കോപ്പറേറ്റീവ് എന്ന് പറയുന്നത് വളരെ വളരെ മുകളിലാണ് സാധാരണ ഒരു കോപ്പറേറ്റ് കമ്പനി വെച്ച് നോക്കും. അപ്പോൾ സാധാരണ ഇങ്ങനത്തെ ഒരു വർക്കേഴ്സ് കോപ്പറേറ്റിൻ്റെ ഐഡിയ ഒക്കെ നമ്മൾ പറയുമ്പോൾ ഡെമോക്രസി, വർക്ക് പ്ലേസിൽ ഡെമോക്രസി വേണമെന്നൊക്കെ പറയുമ്പോൾ ആളുകൾ എതിർക്കുക നടക്കണ കാര്യമല്ല, നടപടിയാവണ കാര്യമല്ല. ഇതൊക്കെ വെറും ഉട്ടോപ്പിയൻ ചിന്താഗതി മാത്രമാണ് എന്നുള്ളതാണ്. പക്ഷേ അവിടെയും നമ്മൾ സ്റ്റഡീസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് ഒരു വർക്കേഴ്സ് കോപ്പറേറ്റീവ് ആണ് സക്സസ്ഫുൾ ആവാനുള്ള സാധ്യത കൂടുതൽ. ഇപ്പോൾ US-ലും കാനഡയിലൊക്കെ ഏകദേശം 81% ഓഫ് ദ വർക്കേഴ്സ് കോപ്പറേറ്റീവും 3 years 4 years മുകളിൽ സർവൈവ് ചെയ്തിട്ടുണ്ട്. കമ്പയർ ചെയ്ത് നോക്കുക, സാധാരണ ഒരു ഫേം ആണെന്നുണ്ടെങ്കിൽ, ഒരു കൺവെൻഷണൽ കമ്പനി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർവൈവൽ റേറ്റ് ഏകദേശം 40% ഒക്കെയാണ്. ഈ ഒരു സമയത്താണ് വർക്കേഴ്സ് കോപ്പറേറ്റീവിൻ്റെ സർവൈവൽ റേറ്റ്. ഇപ്പോൾ ഇതുപോലെ വർക്കേഴ്സിൻ്റെ ഇടയിൽ തന്നെ വർക്കേഴ്സ് കമ്പനി ഓൺ ചെയ്യുമ്പോൾ സർവൈവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എക്സ്പെഷ്യലി ഈ റിസഷനൊക്കെ നടക്കുന്ന കാലത്ത്, അതായത് അഡ്വേഴ്സ് ടൈമുകളിൽ, ബുദ്ധിമുട്ട് നേരിടുന്ന ടൈമിൽ സാധാരണ ഒരു കമ്പനി എന്താ ചെയ്യുക, ആദ്യം വർക്കേഴ്സിനെ ഇട്ട് പണിയും. അവർക്ക് ഒന്നെങ്കിൽ സാലറി കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഡയറക്റ്റ് ലേ ഓഫ്, നേരെ പിരിച്ചുവിടും. പക്ഷേ ഒരു വർക്കേഴ്സ് കോപ്പറേറ്റീവിൽ അത് പറ്റില്ല. കാരണം താഴെ ഏറ്റവും ബോട്ടം ഡൗൺ ഉള്ള എംപ്ലോയീസിന് പോലും വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളത് കാരണം ഇങ്ങനെ തോന്നിയ പോലെ ലേ ഓഫ് ചെയ്യാനോ സാലറി കുറയ്ക്കാനോ പറ്റില്ല. ഇനി സർവൈബിലിറ്റി മാത്രമല്ല, പ്രൊഡക്ടിവിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എത്ര എഫിഷ്യൻ്റായിട്ട് റൺ ചെയ്യാൻ പറ്റും എന്നത് നോക്കിക്കഴിഞ്ഞാലും വർക്കേഴ്സ് കോപ്പറേറ്റീവ് എയ്തർ ഈക്വൽ ഓർ ബെറ്റർ ദാൻ ഒരു കൺവെൻഷണൽ ഫേമാണ് നമുക്ക് സ്റ്റഡീസ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത് സാധാരണ ആൾക്കാർ പറയും, നമ്മളിങ്ങനെ വർക്കേഴ്സിൻ്റെ മേത്ത് കയറി നിന്ന് അടിച്ച് പണിയെടുപ്പിച്ചാൽ, പട്ടീനെ പോലെ പണിയെടുപ്പിച്ചാൽ അവർ നന്നായി പണിയെടുക്കൂ. ഇത് വെറും തെറ്റായിട്ടുള്ള രീതിയാണ്. അല്ലെങ്കിൽ പല രീതിയിൽ തെറ്റാണ്. പ്രൊഡക്ടിവിറ്റിയുടെ കാര്യത്തിലും അത് തെറ്റായിട്ടുള്ളൊരു അപ്രോച്ചാണെന്നാണ് ഈ വർക്കേഴ്സ് കോപ്പറേറ്റീവിനെ കുറിച്ചുള്ള സ്റ്റഡീസ് കാണിക്കുന്നത്.
കാരണം കോപ്പറേറ്റീവായിട്ട് ഡെമോക്രാറ്റിക്കായി വർക്ക് ചെയ്യുമ്പോൾ അവർ ഹൈ എഫിഷ്യൻസി കാണിക്കുന്നുണ്ട്, ഹൈ പ്രൊഡക്ടിവിറ്റിയാണ് കാണിക്കുന്നത്. നമ്മൾ കേരളത്തിൽ മിൽമയുടെ കേസ് നോക്കിയാലും ദിനേശ് ബി ഡി കമ്പനി എന്താ നോക്കിക്കഴിഞ്ഞാലും ഇവരെല്ലാം വളരെ എഫിഷ്യൻ്റ് ആയിട്ട് റൺ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും നടക്കണം എന്നുണ്ടെങ്കിൽ മിൽമ പോലെ അല്ലെങ്കിൽ മൊൺഡ്രാഗൺ പോലെ കുറേ സ്ഥാപനങ്ങൾ വരണം എന്നുണ്ടെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് ആവശ്യമാണ്, ഗവൺമെൻറ് പോളിസീസ്. എക്കണോമിസ്റ്റ് ആയിട്ടുള്ള എറിക് കെ ഓൾസൻ്റെ 2013 ഒരു സ്റ്റഡി ഉണ്ട്. അപ്പോൾ അതിൽ പറയണത് ഈ വർക്കേഴ്സ് കോപ്പറേറ്റീവിൻ്റെ പ്രശ്നം ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് റൺ ചെയ്ത് പോവുക. പക്ഷെ പ്രശ്നം എവിടെ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമുക്കറിയാം ഫണ്ട് എവിടെയാണ്, ക്യാപിറ്റൽ എവിടെയാണ് പോയി കിടക്കുന്നത്. വർക്കേഴ്സിൻ്റെ കയ്യിൽ ക്യാപിറ്റൽ ഇല്ല എന്നുള്ളത് നഗ്നമായിട്ടുള്ളൊരു സത്യമാണ്. അപ്പോൾ ഇതിന് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ മൂലം ഇത് നേരെ തിരിക്കാൻ പറ്റും. ഇപ്പോൾ ദിനേശ് ബി ഡി കമ്പനിയൊക്കെ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ്. 69 അച്യുതമേനോൻ സർക്കാർ ഒരു നിയമം പാസ്സാക്കിയിരുന്നു, വർക്കേഴ്സ് കോപ്പറേറ്റീവ് ആക്ട് എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ ഡയറക്റ്റ് റിസൾട്ടായിട്ടാണ് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ നിന്ന് വർക്കേഴ്സിനെ അവരെ പുറത്താക്കിയപ്പോൾ, കമ്പനി പൂട്ടിപ്പോയി, അവർ വർക്കേഴ്സിന് ജോലി ഇല്ലാണ്ടായപ്പോൾ അവർക്ക് ദിനേശ് ബി ഡി കമ്പനി എന്നുള്ള ഒരു വർക്കേഴ്സ് കോപ്പറേറ്റീവ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് ആയിരക്കണക്കിന് ആളുകൾക്ക് അവരെ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ ഇതുപോലെ തന്നെ പ്രോപ്പർ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഉണ്ടെങ്കിൽ, ഗവൺമെൻറ് വെൽഫെയർ, ഇപ്പോൾ ഇങ്ങനെ വർക്കേഴ്സ് കോപ്പറേറ്റീവ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ലോണുകൾ, അതുപോലെ തന്നെ ടാക്സ് ബെനിഫിറ്റുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വർക്കേഴ്സ് കോപ്പറേറ്റീവിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ലിബർട്ടേറിയൻസ് ഇതെന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഇത് നടക്കില്ല. ഈവൻ ദോ എല്ലാ സ്റ്റഡിയും കാണിക്കുന്നത് ഇത് വളരെ സക്സസ്ഫുൾ ആയി റൺ ആവും എന്നുള്ളതാണ്. പക്ഷേ ലിബർട്ടേറിയൻസ് പറയും നിങ്ങളടുത്ത് ഇതൊന്നും റണ്ണാവില്ല, ഇത് നടപടിയാവുന്ന കാര്യമില്ല, കുറച്ച് താഴെക്കിടയിലുള്ള വർക്കേഴ്സിനെ ടോർച്ചർ ചെയ്താൽ ഒരു നല്ല സ്ഥാപനം റണ്ണാവുമെന്ന് നിങ്ങളുടെ അടുത്ത് ഈ ടൈപ്പ് ആളുകൾ പറയും. കാരണം എന്താ, ആലോചിച്ച് നോക്കുക, ഒരു റിച്ച് ആയിട്ടുള്ള ഒരാൾക്ക് ഒരു ഒരു ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു നിയോ ലിബറലിന് എന്താണ് സുഖം? 10-500 കൊടുത്ത് പണിക്കാരെ നിർത്തിയിട്ട് കോടികൾ ലാഭം എടുക്കുന്നതാണ് ആളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് ഏറ്റവും സുഖമുള്ള കാര്യം. അപ്പോൾ ഇവരെ പ്രീണിപ്പിക്കാൻ ഇവർക്ക് വേണ്ടി വക്കാലത്ത് പറയാനും വരുന്ന നിയോ ലിബറൽസ് എന്തേ പറയൂ? ഇതേ പറയൂ, നടക്കില്ല എന്നേ പറയൂ. ഈവൻ ദോ എല്ലാ സ്റ്റഡിയും നടന്നിട്ടുള്ള 10-12 സ്റ്റഡീസ് ഇതിൻ്റെ അടിയിൽ ഞാൻ കോട്ട് ചെയ്യാം. അപ്പോൾ ഈ 12 സ്റ്റഡീസും കാണിക്കുന്നത് വർക്കേഴ്സ് കോപ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു രീതിയാണ് വർക്ക് പ്ലേസ് മാനേജ് ചെയ്യാൻ. വർക്ക് പ്ലേസിൽ ഡെമോക്രസി വേണം. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ രാജ്യത്ത് ഡെമോക്രസി വേണമെന്ന് നമ്മളെല്ലാവരും ആർഗ്യൂ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഏകദേശം നമ്മുടെ ലൈഫിൻ്റെ പകുതി സമയം സ്പെൻഡ് ചെയ്യുന്ന വർക്ക് പ്ലേസിൽ ഡെമോക്രസി വേണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അത് എന്ത് ലോജിക്കാണെന്ന് ആലോചിച്ച് നോക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഗവൺമെൻറ് ഇതിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നത്, അതുപോലെ തന്നെ ഗവൺമെൻറ് പോളിസീസ് വരണതിൻ്റെ ഒപ്പം തന്നെ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വർക്കേഴ്സ് യൂണിയൻ. ഇപ്പോൾ എല്ലാ കോപ്പറേറ്റീവ്സും, ഇപ്പോൾ അധിക കോപ്പറേറ്റീവ്സും ഒരു ക്യാപിറ്റലിസ്റ്റ് ഫേം, അതായത് ഒരു കൺവെൻഷണൽ ഫേം ഒന്നെങ്കിൽ തകരാനായപ്പോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ വർക്കേഴ്സ് അക്വയർ ചെയ്തതാണ്, വർക്കേഴ്സ് മേടിച്ചെടുത്തതാണ് ഗവൺമെൻറ്റിൻ്റെ എയ്ഡോട് കൂടി. അപ്പോൾ ഈ ഒരു വർക്കേഴ്സിന് ഈ ഒരു റൈറ്റ്സ് കിട്ടണം, ഈ ഒരു സ്ട്രെങ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി വേണ്ട ഒരു കാര്യമാണ് യൂണിയൻ, വർക്കേഴ്സ് യൂണിയൻ. അത് തൊഴിലാളി യൂണിയൻ എവിടെ ഉണ്ടോ അവിടെ നിങ്ങൾക്ക് കളക്റ്റീവ് ബാർഗെയിൻ റൈറ്റ്സ് ഉള്ളൂ. അത് ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വീക്കാണ്, കളക്റ്റീവ് ആയി കഴിഞ്ഞാൽ സ്ട്രോങ് ആണ്. ഇത് ബേസ് ലോജിക്കാണ്, ബേസ് കാർഡിൻ്റെ നിയമമാണ്. അപ്പോൾ ഇവിടെ കളക്റ്റീവായിട്ടൊരു യൂണിയൻ വെച്ചിട്ട് ബാർഗെയിൻ ചെയ്യുക എന്നുള്ളത് ഈ ഒരു വർക്കേഴ്സ് കോപ്പറേറ്റീവ് സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ബേസ്, നിങ്ങൾക്ക് നോർമൽ ട്രീറ്റ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പട്ടി ട്രീറ്റ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം യൂണിയൻസിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ്. വർക്കേഴ്സ് യൂണിയനും അതേപോലെ തന്നെ ഈ പ്രോപ്പർ ആയിട്ടുള്ള ഗവൺമെൻറ് ഇൻ്റർവെൻഷനും, ഇത് രണ്ടും വന്നാലാണ് എല്ലാവരും മീൻസ് മേ ബി ബില്യനേഴ്സ് കുറച്ച് സങ്കടപ്പെട്ടു, കാരണം അവർക്ക് പുതിയൊരു ജെറ്റ് മേടിക്കാൻ പറ്റില്ല, അവരുടെ ലാഭം കുറച്ച് കോടികൾ നഷ്ടപ്പെടും, അവർ ലക്ഷറിയിൽ നിന്ന് കുറച്ച് കട്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ കുറച്ച് സാഡാവും. പക്ഷേ വർക്കേഴ്സിൻ്റെ ലൈഫ് നല്ലതാക്കണമെന്നുണ്ടെങ്കിൽ, അവർ ഹാപ്പി ആവണമെന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഈ ഒരു പട്ടിപ്പണി തുടർന്നുകൊണ്ടേ ഇരിക്കേണ്ടി വരും.